at the same time input costs are increasing. So how to improve the farmer income? So the farmer income can be increased only through the value addition. So existing one coconut, instead of selling to the 15 or 20 rupees, you can make this one coconut products, different products, so that income will be improved. So same way, this Nira technology, it is a simple box technology. Below is ice packet will keep, and over plastic cover with that combo, thing in a combo, cut, and for 24 hours it will give around 22 to 2.5 liters. That sweet sap. It will not get fermented because below is ice. Okay, as a welcome drink, we can serve this to the during the various parties or our main household programs, cultural programs. So that each 100 ml packet, cup, we are selling at 30 to 35 rupees. In various coconut parlor they have developed in Bangalore, during Mandya and our Dakshinakannada district. ആ ചെയിൻ കൊണ്ടുവരാൻ ആ ചെയിൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ പൈസ മാത്രമല്ല പല ടെക്നോളജി ഉണ്ട് നല്ല രീതിയിൽ അത് സംരക്ഷിച്ച് അവിടെ വെക്കാൻ വേണ്ടി 2-3 ദിവസം വെക്കുമ്പോൾ കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ നമുക്ക് വെക്കാനുള്ള ഒരു രീതിയിലുള്ള മെഷീനറീസും അത് വെക്കാനുള്ള അതുപോലെ ബേസിക് യൂസുകൾ ഞങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ മത്സ്യം ഉണക്കുന്നതാണ് വേറെ കാര്യം. ഇവിടെ അധികം ഉണ്ടാവില്ല, കോസ്റ്റ് ഏരിയകളിൽ കൂടുതലാണ് മത്സ്യം ഉണക്കുക. 10 രൂപ കിട്ടുമ്പോൾ ഈ ചെമ്പിന് കിട്ടുമ്പോൾ അത് ഉണക്കിയിട്ട് കൂടുതൽ നാളെ പിന്നീട് ഉപയോഗിക്കാനും അതുപോലെ വിൽക്കാനുമുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ചെമ്മിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നേരെ ഉണക്കില്ല, കുറച്ച് സിട്രിക് ആസിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അതിന് നിറമുണ്ടാകും. ഇങ്ങനെ ചെയ്തിട്ട് പല പല മെത്തേഡിൽ അതുപോലെ മത്സ്യത്തിൻ്റെ ചിലമ്പൽ കളയാൻ വേണ്ടിയുള്ള മെഷീനൊക്കെ ഉണ്ട്, ചെറിയ മെഷീൻ കൈകൊണ്ട് കറക്കുന്ന മെഷീനുണ്ട്, ടെക്നുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നോളജികളുണ്ട്. അതെല്ലാം അങ്ങനത്തെ സംരംഭകർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഏലക്കാണെങ്കിൽ കളർ കൊടുക്കാൻ അതിൻ്റെ ഓയിൽ കണ്ടന്റ് കൂടാൻ അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി കൂടാൻ എല്ലാം ബോധമുണ്ടാണ്. അപ്പോൾ നമ്മുടെ കൃഷിക്കാർക്ക് ഇത് അറിയാത്തതുകൊണ്ട് കൃഷിക്കാരെന്താ ചെയ്യുന്നത്, ഇത് പ്രശ്നമാണോ എന്നിരിക്കും. ഇത് പ്രശ്നമല്ല, സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മണ്ണിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും ചെടിക്ക് വരുന്ന രോഗങ്ങളും കീടങ്ങളും എല്ലാം തന്നെ ചെറിയ ചെറിയ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെമ്പൻ ചെടി, കൊമ്പൻ ചെടി അല്ലെങ്കിൽ ഈ പറഞ്ഞ അതൊക്കെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ എല്ലാവരും കെമിക്കൽ ആശ്രയിക്കില്ല. ഇവർക്ക് പുതിയ പുതിയ ടെക്നോളജി CPCR അവൈലബിൾ. അതാണ് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. അതിൻ്റെ ബ്രോഷറൊക്കെ തരും. ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, നിങ്ങളുടെ എവിടെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, പേടിക്കുക. അതിനകത്ത് EPM പോലത്തെ പുതിയ പുതിയ ടെക്നോളജി ഉണ്ട്, ഓർഗാനിക് ആയിട്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് തെങ്ങ് കറക്റ്റായിട്ട് ചെടിച്ചെടി കൊണ്ടുചെടിയൊക്കെ ബന്ധിക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് പോയി ഒരു കെമിക്കൽ ചെയ്താൽ നമുക്ക് പറ്റില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാരും ഇവിടെ വിളകളാണ്. അപ്പോൾ നമ്മൾ ഒറ്റയൊരു ഇവിടാൻ കോമ്പോപ്പിടുണ്ട്, കോമ്പോച്ചിലുണ്ട്, പിന്നെ പല കെമിക്കലുണ്ട്. നമുക്കതിലെല്ലാം താല്പര്യം. നമുക്ക് ജൈവ രീതിയിൽ ബന്ധിക്കാൻ പറ്റുന്ന ടെക്നോളജീസ് അവൈലബിൾ ആണ്. അത് CPCRയുടെ ബ്രോഷർ തന്നെയാണ്.